ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് LSTI സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു സിലബസ് വിശകലനമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ ജൂൺ മാസങ്ങളിലായി നടക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമുക്ക് PSC ടെന്റേറ്റീവ് കലണ്ടറിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഏപ്രിൽ മാസത്തെ കലണ്ടർ വന്നപ്പോൾ ഏപ്രിൽ 13-നും 27-നും, അതായത് പ്രിലിമിനറി പരീക്ഷ സ്റ്റേജ് 1 ഏപ്രിൽ 13-നും സ്റ്റേജ് 2 ഏപ്രിൽ 27-നും നടക്കുമെന്ന് കൂടി നമ്മളെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ മാസം തന്നെ നമ്മുടെ LSTIയുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ 2 ഘട്ടത്തിന്റെ ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി 3-4 ഘട്ടങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. വ്യക്തമായ ഒരു തീരുമാനം PSC പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കുകയാണ്. ആദ്യഘട്ടം ഏപ്രിൽ 13-നും ഏപ്രിൽ 27-നുമാണ് എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻസ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് 2 പേപ്പറാണ്. പേപ്പർ 1 എന്നും പേപ്പർ 2 എന്ന് പറയുന്ന 2 പരീക്ഷകളാണ് ഉണ്ടാവുക. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം. അപ്പൊ ഈ പരീക്ഷകൾ ഏതൊക്കെയാണ്? അതായത് പ്രിലിംസിന്റെ സിലബസ് ഏതാണ്, മെയിൻസിന്റെ പേപ്പർ 1 സിലബസ് ഏത്, പേപ്പർ 2 സിലബസ് ഏത് എന്ന് നമുക്ക് വ്യക്തമായി ഒന്ന് നോക്കാം. തന്നെ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ, അതായത് പ്രിലിമിനറിയുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ആകെ 100 മാർക്കിന്റെ പരീക്ഷയാണ്. 100 മാർക്കിന്റെ പരീക്ഷ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാം ഘട്ടം ഏപ്രിൽ 13-ന്, രണ്ടാം ഘട്ടം ഏപ്രിൽ 27-ന്. അടുത്ത ഘട്ടങ്ങൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എങ്കിലും 1-2 ഘട്ടം കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഹിസ്റ്ററിയിൽ 10 മാർക്കാണ്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജിയോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്മെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ നമ്മുടെ മലയാളം റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. ഇങ്ങനെയാണ് ആകെ 100 മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയും കറന്റ് അഫയേഴ്സ് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാണ്. ഈ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ നമ്മളെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ പറയുന്നുണ്ട്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ. ഇതിലെല്ലാം കൂടി ഈ 7 ഭാഗത്തു നിന്നും എന്താണ് ആ ഒരു തന്നിരിക്കുന്ന സിലബസിൽ തന്നെ ഇതിന്റെ കൂടെ കറന്റ് അഫയേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഓരോ സബ്ജക്റ്റിനെയും സംബന്ധിക്കുന്ന കറന്റ് അഫയേഴ്സ് കൂടി ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പ്രത്യേകം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കാം 50 മാർക്കിന്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ ഇവിടെയുണ്ട്. ബാക്കി 50 മാർക്കിനാണ് കമ്പ്യൂട്ടറും സയൻസ് ആൻഡ് ടെക്നോളജിയും GKയും കൾച്ചറും ഒക്കെ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ആ ഓരോ സിലബസും നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. ഹിസ്റ്ററിയിൽ 10 മാർക്കാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ കേരള, ഇന്ത്യ, വേൾഡ് എന്നിങ്ങനെ 3 തലത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നത് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനയുമാണ്. പിന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ. ഈ 2 ഭാഗത്തു നിന്നും നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ്. പിന്നെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി. ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇങ്ങനെയാണ് ഈ ഒരു കേരളവുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന്. ഇവിടെ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മെഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ്. ഇത്രയും കാര്യം ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ട് നോക്കണം. പിന്നെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, അതുപോലെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, അതുപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഇവിടുന്ന് നമുക്ക് 3 അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. നമുക്ക് കേരളത്തിൽ നിന്ന് 3 മുതൽ 4 വരെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ 4 വേൾഡിൽ നിന്ന് 2 അങ്ങനെയും ആവാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് അറിയാം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ സ്ഥിരം എല്ലാ പരീക്ഷകളിലും, അത് ഡിഗ്രി പരീക്ഷ എന്നില്ല, മറ്റു പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരുന്നതാണ്. അത് വരാം. ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം.
ഇൻഡിപെൻഡന്റ് മൂവ്മെന്റും മഹാത്മാഗാന്ധിയും ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. പിന്നെ സ്വദേശി മൂവ്മെന്റോ അല്ലെങ്കിൽ INC അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ചോദ്യം. അപ്പോൾ 4 ചോദ്യങ്ങൾ വരെ നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. വേൾഡിലേക്ക് വരുമ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ഈ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, UNOയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങൾ വരെയാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വ്യക്തമായി തന്നെ പഠിച്ചു നോക്കുക, കാരണം 10 മാർക്കാണ് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ള വസ്തുത ഓർക്കുക. ഓക്കെ, ഇത്രയുമാണ്. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി പഠിക്കാൻ മോഡേൺ ഇന്ത്യയുടെ സ്പെക്ട്രത്തിന്റെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് വളരെ നല്ലതാണ്. മോഡേൺ ഇന്ത്യ സ്പെക്ട്രം, അത് നമുക്ക് പഠിക്കാം. പിന്നെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ശ്രീധര മേനോൻ സാറിന്റെ ഒരു കേരള ചരിത്രമുണ്ട്, അത് പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. നമുക്ക് മുഴുവൻ മാർക്കും അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ SSCRTയും അതുപോലെ NCERT ബുക്കും നമ്മൾ പഠിച്ചു തന്നെ പോവുക. രണ്ടാമത് ജോഗ്രഫിയാണ്, 5 മാർക്കാണ്. ജോഗ്രഫിയിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, അതിൽ എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സും ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്നിവയാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ഇതുവരെ വന്നു കണ്ടിട്ടുള്ളത്. അതായത് 5 മാർക്കിന്റെ 2 മുതൽ 3 മാർക്ക് വരെ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും കുറഞ്ഞത് 2 മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരും, കൂടിയ 3 മാർക്ക്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയിലെ സ്റ്റേറ്റ്സും അവരുടെ പ്രത്യേകതകളും, പിന്നെ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇവിടുന്ന് നമുക്ക് 2 മാർക്ക് തന്നെ പ്രതീക്ഷിക്കാം. അതിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടൈൻ റീജിയനും അല്ലെങ്കിൽ റിവേഴ്സ്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. പിന്നെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിനറൽ ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് വരാം. അങ്ങനെ 2 മാർക്ക് വരെ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇവിടെ നിന്ന് നമുക്ക് 2 മാർക്കിന് വരച്ചത്. ചിലപ്പോൾ ഇവിടെ 1 മാർക്കാവാം, ഇവിടെ 1 മാർക്കാവാം, ഇവിടെ ചിലപ്പോൾ 2 മാർക്കാവാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെയും 2 മാർക്ക്, ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ 1 മാർക്ക്. അങ്ങനെ എന്തായാലും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. പക്ഷെ 2 മാർക്ക് വരെ നമുക്ക് ഓരോന്നിലും പ്രതീക്ഷിച്ച് തന്നെ പോകാൻ വേണ്ടി സാധിക്കും. അത്രയധികം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. കാരണം കേരള റിവേഴ്സുമായി ബന്ധപ്പെട്ട അധികം ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ 2 മാർക്ക് വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിച്ചു വേണം നമ്മൾ പോവാൻ. ഓക്കെ, ഇനി എക്കണോമിക്സ് 5 മാർക്ക് നമുക്ക് പഠിച്ച് മെനക്കെട്ട് പോയാൽ വാങ്ങിക്കാവുന്ന ഒരു ഏരിയയാണ് 5 മാർക്ക്. അതിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഇവിടുന്ന് തന്നെ 2 മാർക്ക് വരെ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചോദിക്കാം. അതായത് നാഷണൽ ഇൻകം മുതൽ പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നീ മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് എക്കണോമിക് പ്ലാനിങ്ങും 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 3 മാർക്ക് അവിടെയായി. പിന്നെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, ഇവിടെ നിന്നും 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, 4 മാർക്ക്. പിന്നെ പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, ഇവിടുന്ന് 1 മാർക്ക്. അങ്ങനെ ഏകദേശം 5 മാർക്ക് ഉറപ്പിച്ച് നമുക്ക് ഈ മേഖലയിൽ നിന്ന് പഠിച്ച് തന്നെ പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇതിന് നമുക്ക് NCERTയും SSCRTയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ സിലബസ് വെച്ചിട്ട് ഓരോന്നും കവർ ചെയ്ത് പോവുക. PYQ എടുത്ത് നമ്മൾ പഠിക്കണം. ഡിഗ്രി ലെവലിന്റെ PYQ തന്നെ എടുത്ത് പഠിച്ചു പോവുക. പിന്നെ സിവിക്സ് 5 മാർക്കിന്റെ മറ്റൊരു ഏരിയയാണ് സിവിക്സ്. അതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെന്റ്, അതിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട്സ് ആൻഡ് റൂൾസ് ഓഫ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി,
സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നിവയിൽ. ഇത്രയും പഠിച്ച 5 മാർക്കാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ 1 മാർക്ക് ഉറപ്പാണ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1 മാർക്ക്. പിന്നെ നമ്മുടെ ഇ ഗവേണൻസും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് 1 മാർക്ക്. പിന്നെ നമ്മുടെ ഈ സ്കീമുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്ക്. അതുപോലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 1 മാർക്ക്. ഇങ്ങനെയൊക്കെ 5 മാർക്കിന്റെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ പോവാം. എല്ലാ ഏരിയയും കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഈ 5 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് മുന്നേറാൻ പറ്റൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫംഗ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. വളരെ വ്യക്തമായി പഠിക്കുക. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. 5 മാർക്കിന്റെ എല്ലാ തരവും കൃത്യമായി പഠിക്കണം. എന്നാൽ 5 മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് തന്നെ പോകാൻ പറ്റും. നമുക്കറിയാം 1 മാർക്ക് ഇവിടെ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്ക് ഉണ്ടാവും. അമെന്റ്മെന്റ് 1 മാർക്ക് ഉണ്ട്. ഈ ലിസ്റ്റുകൾ 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പഞ്ചായത്ത് രാജൊക്കെ ബന്ധപ്പെട്ട് 1 മാർക്ക്, 5 മാർക്കോളം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി തന്നെ കിട്ടും. പിന്നെ 10 മാർക്കിന്റെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണ്. അതിൽ കലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും കലാകാരന്മാർ, എഴുത്തുകാർ, ഇവരെയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. കായിക രംഗത്തേക്ക് വരുമ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പക്ഷെ ഇവിടെ നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. അത് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ പ്രധാന അവാർഡുകൾ പറയുന്നുണ്ട്. ഈ അവാർഡ് ജേതാക്കൾ ആരാണ്, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന അറിവ്, അതുപോലെ പ്രധാന ട്രോഫികൾ, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും കായിക ഇനങ്ങളും നോക്കണം. പിന്നെ പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട, അത് പഠിക്കാം. പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അതിന്റെ വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങളും കായിക താരങ്ങളും, ഒളിമ്പിക്സിൽ ശ്രദ്ധേയമായ ഇന്ത്യയുടെ പ്രകടനം, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവ ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നോക്കുക. പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവയും നമ്മളവിടെ നോക്കി തന്നെ മുന്നോട്ട് പോവുക. പിന്നെ അതിന്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ പ്രകടനം, ഇതര വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ദേശീയ ഗെയിംസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഗെയിംസ്, ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, അതുപോലെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും അവിടെ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. പിന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികളും കർത്താക്കളും പഠിക്കണം. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, അതുപോലെ എഴുത്തുകാർ, അവരുടെ തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ എന്നിവ പഠിക്കാം. കഥാപാത്രങ്ങളും കൃതികളും പഠിക്കണം. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, അതുപോലെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, അതിന് തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ ഏതൊക്കെ, പ്രധാനപ്പെട്ട അവാർഡുകളും ബഹുമതികളും, അവാർഡിന് അർഹരായ എഴുത്തുകാരും അവരുടെ കൃതികളും, പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ. പിന്നെ മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡ്. ഇത്രയാണ് സാഹിത്യത്തിൽ പഠിക്കാനുള്ളത്. സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഏതാണ്, ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ സ്ഥലങ്ങളും പ്രശസ്തമായ ഉത്സവങ്ങളും ഏതൊക്കെ, അത് പഠിക്കുക. പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, അവരുടെ സംഭാവനകൾ. ഇത്രയും പഠിച്ച ഈ ഏരിയയിൽ നമുക്ക് എത്രയാണ്, നമുക്ക് 10 മാർക്കാണ് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടറിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്, 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അവിടെ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസ്, ഇത് പഠിക്കുക. ഇവിടെ എന്താ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ് ഇത് പഠിച്ചു പോവുക. പിന്നെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ പാക്കേജസുകളുണ്ട്, പോപ്പുലർ ആയിട്ടുള്ള വേർഡ് പ്രൊസസർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ് തുടങ്ങിയ ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്, എന്താണ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് പഠിക്കുക. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്കും നെറ്റ്വർക്ക് ഡിവൈസസും. ഈ നെറ്റ്വർക്ക് ഡിവൈസസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. പിന്നെ ഇന്റർനെറ്റ്, അതിലെ സർവീസസ് എന്താണ്, www, അതുമായി ബന്ധപ്പെട്ട് ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെ, അത് പഠിക്കുക. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസും ഫ്യൂച്ചറും പഠിക്കുക. പിന്നെ വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML എന്താണെന്ന് പഠിക്കുക. പിന്നെ സൈബർ ക്രൈംസും സൈബർ ലോസും. അതിൽ സൈബർ ക്രൈം എന്ന് പറയുന്ന അവയർനെസ് ലെവലിൽ മാത്രമാണ് പഠിക്കേണ്ടത്. IT ആക്ട്, അതർ ലോസും അവയർനെസ് ലെവൽ എന്താണെന്ന് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എത്രയാണ്, 5 മാർക്ക്. ഇതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഈ ഒരു ഹാർഡ്വെയറിൽ ചോദ്യം ഉറപ്പാണ്, 1 മാർക്ക്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ഉറപ്പാണ്. സൈബർ ക്രൈംസോ, ഈ 3 ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, എല്ലാ ഭാഗത്തും ഈ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം ഇവിടെ പഠിക്കാം. പിന്നെ ഇതാ ഈ ഏരിയ, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക. അടുത്തത് സയൻസ് എന്ന് പറയുന്നില്ല, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്താണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി,
നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, പിന്നെ ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി പറയുന്നുണ്ട്, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, their activities and contributions of prominent Indian scientists. ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തിൽ. രണ്ടാമത്തിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, അതിൽ നമ്മൾ ISRO കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ അതിന്റെ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് പറയണം, പിന്നെ DRDOയും അതിന്റെ വിഷനും മിഷനും ആക്ടിവിറ്റീസും അവിടെ പഠിക്കണം. മൂന്നാമത് വരുമ്പോൾ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യാസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപെൻഡൻസ്, അതിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, എനർജി പോളിസി ഓഫ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, അതുപോലെ എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ ഇത്ര പഠിക്കുക. പിന്നെ എൻവയോൺമെന്റൽ സയൻസുമായി ബന്ധപ്പെട്ട് അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ദ ഇന്റർനാഷണൽ ലെവൽ, അതുപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങൾ നോക്കുക. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, പോളിസീസ്, പ്രോട്ടോകോൾസ് തുടങ്ങിയവ, അതുപോലെ ഇന്ത്യാസ് കമ്മിറ്റ്മെന്റ്, പിന്നെ വെസ്റ്റേൺ ഗട്ട് അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ് അത് നോക്കണം. പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ, എൻവയോൺമെന്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, പിന്നെ ഡെവലപ്മെന്റ്സ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. ഇത്രയും എഴുതി നോക്കിയാൽ 5 മാർക്കാണ് നമുക്ക് അവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കറണ്ട് അഫയേഴ്സും സയൻസും അവിടെ തീർന്ന് 50 മാർക്കിന്റെ ഭാഗം അത്രയാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 50 മാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ലഘുഗണിതം എന്ന് പറയുന്നത് 10 മാർക്കിനാണ്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുബന്ധവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, പ്രോഗ്രഷനുകൾ, ഇത്രയും പഠിച്ചാലാണ് 10 മാർക്ക്. ഇതാണ് ലഘുഗണിതമായി വരുന്നത്. വളരെ ചെറിയ ടോപ്പിക് തന്നെയാണ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവിടെ 10 മാർക്ക് നമുക്ക് ഇത് പഠിച്ചാൽ കിട്ടും. പിന്നെ മാനസിക ശേഷിയുമായി ബന്ധപ്പെട്ടാണ് 10 മാർക്ക് വരുന്നത്. അതിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. ഇത്രയും പഠിച്ച 10 മാർക്ക്. ഇങ്ങനെ 2 ഭാഗവും കൂടി ആകുമ്പോൾ 20 മാർക്കാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തത് 20 മാർക്കിന്റെ ഇംഗ്ലീഷ് ആണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 10 മാർക്കാണ്. അതിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ആണ്. പിന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, അത് കഴിഞ്ഞ് ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും, പിന്നെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, പിന്നെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, പ്രിപ്പസിഷൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത്രയും ഗ്രാമർ ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക്. പിന്നെ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ഇവിടെ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, അന്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ് എന്നിവയാണ്. ഇത്രയും പഠിച്ചാൽ ഇവിടെ 10 മാർക്ക്. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ 20 മാർക്ക്. കണക്കിനും ഇംഗ്ലീഷിനും 20. അപ്പൊ 20 40 മാർക്കിന്റെ വസ്തുതകൾ അവിടെയുണ്ട്. പിന്നെ വരുന്ന 10 മാർക്ക് എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അതിൽ പദശുദ്ധി പഠിക്കുക, വാക്യശുദ്ധി പഠിക്കുക, അതുപോലെ പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, പിന്നെ ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക. ഇത്രയും പഠിച്ച അവിടെയും 10 മാർക്ക്. അങ്ങനെ 50 മാർക്ക് എന്താണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സുമായി ബന്ധപ്പെട്ടുണ്ട്. ബാക്കി 50 GK. ഇത്രയുമാണ് പ്രിലിമിനറി സബ്ജക്ട്. നമുക്കറിയാം ഏകദേശം ഒരു 60-ഉം 70-നും ഇടയിൽ മാർക്ക് നമുക്ക് ഏകദേശം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും. ഇതിനു മുമ്പ് നടന്ന ഏകദേശം കട്ട് ഓഫുകളൊക്കെ 45-നും 60-നും ഇടയിലാണ്. പക്ഷേ ഇത് LSTS ആയതുകൊണ്ട് ചിലപ്പോൾ വേക്കൻസിയും കുറവാണ്, ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 50 to 70 റേഞ്ച് തന്നെ ഈ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ 50 മാർക്ക്, അതായത് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയിലെ 50 മാർക്ക് നല്ല രീതിയിൽ ക്രൂഷ്യലായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നന്നായി കണക്കും ഇംഗ്ലീഷും മലയാളവും അറിയാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മറ്റേതിലൊരു 20 മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും 50 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ലിസ്റ്റിൽ കയറി പോകാവുന്നതാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുക. ഈ ഒരു 3 ഭാഗത്തിനും, അതായത് ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിച്ചു പോവുക.
ഇനി അടുത്തത് മെയിൻസ് എക്സാം ആണ്. മെയിൻസ് എക്സാമിന്റെ ഇതിലേക്ക് പോകുമ്പോൾ അത് തന്നെ രണ്ട് ഭാഗമായിട്ടാണ്. ഒന്ന് പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 100 മാർക്കിന്, അതുപോലെ പാർട്ട് 2 ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പേപ്പർ, അതും 100 മാർക്കിനാണ്. ഇത് നമുക്ക് 100 മാർക്ക് ആയതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ രണ്ടാമത്തെ പേപ്പർ എങ്ങനെയാണ് എന്നുള്ളത്, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയേക്കാം എന്നും അല്ല എന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അല്ല എന്ന് തന്നെ വിചാരിച്ച് പോവാം. ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല, OMR ആയിരിക്കുമെന്ന് തന്നെ കരുതി പോവാം. അതുകൊണ്ട് തന്നെ പാർട്ട് പേപ്പർ 1 ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? നമ്മുടെ പ്രിലിമിനറിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഹിസ്റ്ററിയിലും ഇവിടെയും 10 മാർക്ക് തന്നെയാണ്. ഹിസ്റ്ററിയും 10 മാർക്കാണ്. പക്ഷെ ജോഗ്രഫിയിൽ പ്രിലിമിനറിയിൽ 5 മാർക്കാണ്. എന്നാൽ പേപ്പർ 1 മെയിൻസിൽ വരുമ്പോൾ ജോഗ്രഫിക്ക് 10 മാർക്ക് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് എന്ന് പറഞ്ഞ് സിവിക്സിന് 5 മാർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കുമായിരുന്നു പ്രിലിംസിൽ. എന്നാൽ മെയിൻസിലെ പേപ്പർ 1ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് 15 മാർക്കിന് നമുക്കിവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ ഇവിടെ അത് മാറി. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കിന് 10 മാർക്കാണ്. അതുപോലെ ഫിസിക്സിന് 5 മാർക്ക്, കെമിസ്ട്രിക്ക് 5 മാർക്ക്. അങ്ങനെ അത് രണ്ടും 3 ഭാഗം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് അതിനുവേണ്ടി മാത്രം വരുന്നുണ്ട്. പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആദ്യം നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ ഉൾക്കൊള്ളിച്ചാൽ വരുന്നതെങ്കിൽ ഇവിടെ കറണ്ട് അഫയേഴ്സിന് മാത്രമായി 15 മാർക്ക് പറയുന്നുണ്ട് മെയിൻസിൽ. പിന്നെ ഇംഗ്ലീഷ്, നമ്മുടെ കണക്ക് എന്നതിന് അവിടെ 20 മാർക്കായിരുന്നെങ്കിൽ മെയിൻസിലേക്ക് എത്തുമ്പോൾ അത് 10 മാർക്കായി കുറഞ്ഞു. ഇംഗ്ലീഷിനും 20 മാർക്കുള്ളത് മെയിൻസിലേക്ക് എത്തുമ്പോൾ 10 മാർക്കായി കുറഞ്ഞു. എന്നാൽ മലയാളത്തിന് ആ 10 മാർക്ക് എന്നത് 10 മാർക്കായി തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും പഠിച്ചാലാണ് ഇവിടെ പേപ്പർ 1 നമുക്ക് 100 മാർക്ക് ലഭിക്കുന്നത്. ഇനി ഇതും നോക്കാം. ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ ജനറൽ നോളജ് പാർട്ട് 1 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ പ്രിലിംസിന്റെ ഏകദേശ സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത്. 10 മാർക്ക്. കേരളത്തിൽ എന്താണ് യൂറോപ്യന്മാരുടെ സംഭാവന, അവരുടെ വരവ്, അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാര്, പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, ഇന്റർനാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956. സെയിം കേരളവുമായി ബന്ധപ്പെട്ട സെയിം സംഭവം ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഇൻഡിപെൻഡൻസ്, INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യോ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആർട്സ് ഡ്യൂറിംഗ് ദി ഫ്രീഡം സ്ട്രഗിൾ, മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഫോറിൻ പോളിസി. സെയിം അവിടുത്തെ അതേ പ്രിലിംസിലെ സെയിം സാധനം തന്നെ ഇവിടെയും വന്നു. വേൾഡിലും സെയിം, വേൾഡിലും ഒരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ വേൾഡും ഹിസ്റ്ററിയും തന്നിട്ടുണ്ട്. ഇവിടെ ഈ മൂന്നിനും അതേ പ്രാധാന്യം തന്നെ. അതായത് പ്രിലിംസ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചാൽ മെയിൻസിന്റെ പേപ്പർ 1 നമുക്ക് ഈസി ആയി ക്ലിയർ ആവാം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം സെയിം മാർക്ക്, സെയിം ടോപ്പിക്, ഒരു മാറ്റം അവിടെ കാണുന്നില്ല. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്, കോണ്ടിനെന്റ്, നാഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. സെയിം മാർക്ക്. അവിടെ 5 മാർക്കാണെങ്കിൽ ഇവിടെ 10 മാർക്കായി എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 5 മാർക്ക് കൂടി. അവിടെ സെയിം ടോപ്പിക് ആണ്, ടോപ്പിക്കിന് മാറ്റമില്ല. ഇന്ത്യയിലേക്ക് വന്നാലും സെയിം തന്നെ, നമ്മൾ പറഞ്ഞ അതേ ടോപ്പിക് തന്നെ ഇവിടെയുണ്ട്. കേരളത്തിലേക്ക് വന്നാലും സെയിം ടോപ്പിക്, ഒരു മാറ്റവും അവിടെ നമ്മൾ കാണുന്നില്ല. ഈ കാര്യങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചാൽ അവിടെ 5 മാർക്കും കിട്ടും. മെയിൻസിലേക്ക് വരുമ്പോൾ 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പോവാം. യാതൊരു മാറ്റവും ഇല്ലാത്ത 2 ടോപ്പിക്കാണ് ജോഗ്രഫിയും ഹിസ്റ്ററിയും മെയിൻസ് പേപ്പർ 1ലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിവിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും കൂടി 10 മാർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ 15 മാർക്കായി ഉയർന്നു. ഇവിടെ എന്താണ് അതേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, റിട്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർച്ചോറി പോവാറുണ്ടോ? ഈ കാര്യം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ റിട്സ് പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ റിട്സ് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ DPSP വന്ന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത്, യൂണിയൻ ഗവൺമെന്റ്, പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ യൂണിയൻ ഓഫ് ഗവൺമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പഠിക്കുന്ന പണ്ട് മുതലുള്ള PSCക്ക് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഇവിടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് LSTSുമായി ബന്ധപ്പെട്ട്, അതായത് പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കേണ്ടി വരുമെന്നാണ് അർത്ഥം. പിന്നെ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അതിൽ 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104 ഇത്രയും അമെന്റ്മെന്റ്സ് പഠിക്കാനാണ് വ്യക്തമായി പറയുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദയർ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അതിൽ CAG ഉണ്ട്, AG ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, PSC,
ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, GST അതായത് ലിസ്റ്റുകൾ, സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ്. പിന്നെ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്സ്, ട്രിബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജസ്, ലാംഗ്വേജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, എക്സെട്ര. പിന്നെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇവിടെ 15 മാർക്കാണ്. അതായത് ലക്ഷ്മികാന്തിന്റെ ആ ഒരു ഇന്ത്യൻ പൊളിറ്റി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന അങ്ങനെ തന്നെ എടുത്ത് പഠിക്കുക. നമ്മുടെ ഭരണഘടന നമുക്ക് PDF ഒക്കെ നമുക്ക് ലഭ്യമാവും. അതെടുത്ത് വായിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള ഈ ഒരു 15 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ അത് പഠിക്കുക. നമ്മൾ ഇതിലെ ഒരു എന്താണ് ഒരു 40% നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതാണ്. അത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പക്ഷേ നമ്മളത് ഉൾക്കൊള്ളിക്കുന്നതാണ്. എന്തായാലും 40% ഉറപ്പായിട്ടും നമ്മൾ പ്രിലിംസിന് പഠിക്കേണ്ടതാണ്. ബാക്കി 60 കൂടി ഇതിൽ ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതാ നമ്മൾ LDC അടക്കമുള്ള നമ്മുടെ സിലബസിലെ മെയിൻ സാധനം, അതായത് അടിസ്ഥാന ആരോഗ്യപരമായ കാര്യങ്ങൾ, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. പിന്നെ വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് ദയർ ഡെഫിഷ്യൻസി ഡിസീസസ്, അതായത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നമ്മൾ പറഞ്ഞ സാധനം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗാനിസംസ്, പ്രിവെന്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, അടിസ്ഥാന ആരോഗ്യ ഇത്. പിന്നെ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ റിസർച്ച്. ഇവിടെയാണ് ഈ 10 മാർക്ക് നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. LDCക്കൊക്കെ പഠിക്കുന്നവർ സ്ഥിരമായി, അല്ലെങ്കിൽ GS-നൊക്കെ പഠിക്കുന്നവർ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അവിടെ 10 മാർക്ക് നമുക്ക് ഉറപ്പിച്ചു പോവാം. പിന്നെ ഫിസിക്സിന് 5 മാർക്കാണ് ഫിസിക്സിനുള്ളത്. അതിൽ പക്ഷേ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെന്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക് തുടങ്ങിയ 8ഓളം മേഖലകൾ പഠിക്കണം. 5 മാർക്കാണ് അവിടെ ഉള്ളത്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ 5 മാർക്കാണ്. അത് 3 ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോ, അക്വാറീജിയ, എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ, കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻ, സൊല്യൂഷൻസ്, മിക്സസ്, കോമ്പൗണ്ട്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ്, ആസിഡ്, ബേസ്, pH വാല്യൂ, ആൽക്കലൈഡ്സ്. ഇത്രയും പഠിച്ചാലാണ് ഇവിടെ 5 മാർക്ക്. അത് നോക്കുക. സയൻസിന് ആകെ ടോട്ടൽ 20 മാർക്കാണ് എല്ലാം കൂടി ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ ഇതാ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 15 മാർക്ക് തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 15 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 15 മാർക്ക് പഠിച്ചു വെക്കുക. 2021 മുതലുള്ള പ്രധാനപ്പെട്ടതും 2022 മുതൽ ഈ 2024 മാർച്ച് മാസം അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി മാസം വരെയുള്ളത് തറവായിട്ടും പഠിച്ചു വെക്കുക. ഇനി കണക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആകെ 10 മാർക്കാണ് കണക്കിന്. അവിടെ സിമ്പിൾ അരിത്തമെറ്റിക് 5 മാർക്കാണ്. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് കോമ്പണൻസ്, മെൻസുറേഷൻ, അതുപോലെ പ്രോഗ്രഷൻസ്. ഇത്രയും പഠിച്ചാലാണ് 5 മാർക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 5 മാർക്കാണ്. സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈംസ് ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയും പഠിച്ചാൽ ഇവിടെയും 5 മാർക്ക്. നമ്മൾ പ്രിലിംസ് പഠിക്കുന്ന ആ സംഭവം തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്ത് കൂടുതൽ പഠിക്കുക. അപ്പൊ 10 മാർക്ക് ഉറപ്പിച്ചു പോവാം. സയൻസിൽ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കാണ്. ആകെ 10 മാർക്കാണ്. ഗ്രാമർ 5 മാർക്ക്. നമ്മൾ പ്രിലിംസ് പഠിച്ച സെയിം സാധനം, സെന്റൻസ് ആൻഡ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, സബ്ജക്ട് ആൻഡ് വെർബ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, മോഡൽ ഓക്സിലറി ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ഇൻഫിനിറ്ററിന് ടെൻസ് ഉണ്ട്, കണ്ടീഷണൽ സെന്റൻസ്, പ്രിപ്പോസിഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ആക്റ്റീവ്, അതുപോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അടക്കമുള്ള അതേ കാര്യങ്ങൾ. അവിടെ 10 മാർക്കിന് പഠിക്കുന്നു, ഇവിടെ നമ്മൾ 5 മാർക്കിന് പഠിച്ചാൽ മതി. അതിലെ വൊക്കാബുലറിയും അവിടെ 10 മാർക്കിന് പഠിക്കുന്നു, ഇവിടെ 5 മാർക്കിന് പഠിച്ചാൽ മതി. സെയിം സംഭവം, ഒരു മാറ്റവും വൊക്കാബുലറിക്ക് ഇല്ല. മലയാളത്തിലേക്ക് വന്നാലും ഇവിടെ 10 മാർക്കാണ്. അതേ സിലബസ്, പ്രിലിംസിന്റെ അതേ സിലബസ് മെയിൻസിന്റെ പേപ്പർ 1നും വന്നിരിക്കുന്നു. ഇവിടെയും 10 മാർക്ക് അതേ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, ഇത്രയുമാണ് പേപ്പർ 1ലുള്ളത്. ഇനി പേപ്പർ 2 ആണ്. നമ്മൾ ഇത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കൺഫ്യൂഷനുള്ള ഒന്നാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് 100 മാർക്കിനാണ് പറയുന്നത്. അതിൽ ഇന്ത്യൻ പൊളിറ്റി വീണ്ടും 15 മാർക്കിന് ഇന്ത്യൻ പൊളിറ്റി വരുന്നുണ്ട്, 15 മാർക്കിന് ഇന്ത്യൻ എക്കണോമി വരുന്നുണ്ട്, റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 15 മാർക്ക്, ഡെമോക്രാറ്റിക് ഡിസെൻട്രലൈസേഷൻ 15 മാർക്ക്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് 12 മാർക്ക്, കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് 12 മാർക്ക്, അർബൻ ഗവേണൻസ് 8 മാർക്ക്, ഇ ഗവേണൻസ് 8 മാർക്ക്. ഇങ്ങനെയാണ് ആകെ 100 മാർക്ക് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പൊളിറ്റിക്ക് 15 മാർക്കാണ്. അതിൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ,
മേജർ ഈവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ്, administrative organization under the British rule, formation of the Indian government, Constituent Assembly, achievements of the Indian Constitution, local self governance and Indian Constitution. ഇവിടെ ഈ 15 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹിസ്റ്ററിയുടെ പല ഭാഗങ്ങളും കാണാം. അപ്പൊ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും കൂടി ചേർന്ന ഒരു ഏരിയ ആണ് ഇത്. അവിടെയാണ് 15 മാർക്ക് വരുന്നത്. പിന്നെ ഇന്ത്യൻ എക്കണോമി 15 മാർക്ക് ഉണ്ട്. ഇമ്പാക്ട് ഓഫ് കൊളോണൈസേഷൻ, ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ, കണ്ടീഷൻസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ, പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷൻ, 5-year plans, economic liberalization, impact of economic liberalization, growth of the Indian economy, contribution of different sectors of the economy, primary, secondary and tertiary sector. അതുപോലെ റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 15 മാർക്കാണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, എക്സ്പീരിയൻസ് ഓഫ് മഹാത്മാഗാന്ധി, രവീന്ദ്ര ടാഗോർ എക്സെട്ര പറയുന്നുണ്ട്. മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഡ്യൂറിംഗ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, MGNREGS, കറന്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളാണ് കൂടുതലും പഠിക്കാനുണ്ട്. അതുകൂടാതെ തന്നെ മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, നെഹ്റു അടക്കമുള്ള ആളുകളുടെ ആ ഒരു ഇനിഷ്യേറ്റീവ്സ് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. പിന്നെ ഇൻ ഇന്ത്യ ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഹൗസിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ, റൂറൽ കണക്ടിവിറ്റി, റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ്, അതും പഠിക്കണം. അങ്ങനെയാണ് 15 മാർക്ക്. പിന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിലേക്ക് വന്ന അവിടെയും 15 മാർക്കാണ്. ഇവിടെ കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അറ്റംപ്റ്റ്സ് ടുവേർഡ്സ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ, structure of Panchayat Raj system in ancient India, major legislations for democratic decentralization, constitutional amendment for democratic decentralization, features of the constitutional amendments for decentralization, structure and functions of Panchayat Raj institutions and urban local governments. ഈ കാര്യങ്ങൾ പഠിച്ചാൽ 15 മാർക്ക്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആക്ടുകളും എല്ലാം അമെന്റ്മെന്റ്സ് ഒക്കെ വ്യക്തമായി പഠിക്കണം അവിടെ. പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ 12 മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട്. അതായത് കൺസെപ്റ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് campaign in Kerala, decentralized planning process followed in Kerala, role of Grama Sabha, process of formulating local level development plans, functions of district planning committee, sectoral plans, special component plans, tribal plans, achievements of decentralized planning in Kerala. ഇത്രയും പഠിച്ചാൽ ഇവിടെ 12 മാർക്ക്. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് 12 മാർക്ക്. അവിടെ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച്, ജെൻഡർ കൺസേൺസ് ഇൻ ഡെവലപ്മെന്റ്, ജെൻഡർ ഇക്വിറ്റി, ജെൻഡർ ബഡ്ജറ്റിംഗ്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, പോവർട്ടി അലിവിയൻസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഓഫ് ഡിഫറently ഏബിൾഡ് പേഴ്സൺസ്, ജെറിയാട്രിക് കെയർ, വെൽഫെയർ എക്കണോമി, വുമൺ എംപവർമെന്റ്, സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ്, റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള, ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ്, റൂറൽ എന്റർപ്രൈസസ്, റൂറൽ ഡാറ്റാബേസസ് ഫോർ ഡെവലപ്മെന്റ് പ്ലാനിങ്. വളരെ വ്യക്തമായി നമുക്ക് പഠിച്ചെടുക്കാവുന്ന കുറച്ച് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വയം സഹായ സംഘങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പോവർട്ടി അലിവേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെ അർബൻ ഗവേണൻസിനെ കുറിച്ച്, അർബനൈസേഷൻ എന്താണ്, അതിന്റെ കൺസെപ്റ്റ്, ട്രെൻഡ്സ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, പ്രിൻസിപ്പിൾസ് ഓഫ് അർബൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്, എമർജിംഗ് ഇഷ്യൂസ് ഇൻ അർബൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് അർബൻ ഡെവലപ്മെന്റ് ലോക്കൽ ഗവൺമെന്റ്, അർബൻ ഡെവലപ്മെന്റ് പോളിസീസ്, അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, സിറ്റിസൺ സർവീസസ്, സിറ്റിസൺ അമ്യൂണിറ്റീസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അർബൻ ഗവേണൻസ് എന്നിവ അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട് 8 മാർക്കാണ്. കൺസെപ്റ്റ്സ് ഓഫ് ഇ ഗവേണൻസ്, കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ഗവേണൻസ്, മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പെർട്ട് സിസ്റ്റംസ് എന്നിവയാണ് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 2 കാര്യങ്ങൾ, അതായത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന മെയിൻസ് സിലബസിലുള്ളത്. കൂടാതെ നമ്മൾ നോക്കിയ എന്താണ്, പ്രിലിംസിന്റെ ഒരു സിലബസും കൂടി നമ്മൾ നോക്കി. ഈ എല്ലാ ഏരിയയും കവർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ LSTI സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. അതിന് നമ്മൾ ചെറിയ രീതിയിൽ കഷ്ടപ്പെട്ടാൽ പോരാ. ഇനി നമുക്ക് അത്രേ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ളൂ. പ്രിലിംസ് പാസ്സാവുക എന്നതാണ് ആദ്യത്തെ കടമ്പ. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് പഠിക്കുമ്പോൾ ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി തുടങ്ങിയ വസ്തുതകൾ എന്ത് ചെയ്യുക, കുറച്ചധികം നല്ല ഡെപ്തിൽ തന്നെ വായിച്ചു പോവുക. ആ പഠനം നമുക്ക് മെയിൻസിനും ഉപകാരപ്പെടും. കാരണം മെയിൻസിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം പഠിച്ചെടുക്കാൻ നമുക്ക് സമയമില്ലാതെ വരും. അതുകൊണ്ട് നമുക്കിപ്പോ അവസാന ഘട്ടമൊക്കെ ആണെങ്കിൽ പ്രിലിംസ് തന്നിരിക്കുന്നത് ചിലപ്പം അത് കഴിഞ്ഞ് 2 മാസം മാത്രമായിരിക്കും മെയിൻസിന് ഉണ്ടാവുക. ആ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ
സാധ്യതമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ പേപ്പർ 1 അതായത് മെയിൻസിലെ പേപ്പർ 1 ഭാഗം കൂടി ഇതിന്റെ കൂടെ തന്നെ പഠിച്ചങ്ങ് പോവുക. പേപ്പർ 2 നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പഠിച്ചു പോവുക. പക്ഷെ അതിന് ശേഷമായാലും നമുക്ക് പേപ്പർ 2 ഒന്ന് പഠിച്ച് ഇതിലേക്ക് എത്താനുള്ള സമയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ പ്രിലിംസിന്റെയും അതുപോലെ തന്നെ മെയിൻസിന്റെയും രണ്ടിനും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ പഠിച്ചു വേണം മുന്നോട്ട് പോകാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഒരു വിജയ സാധ്യത പറയാൻ പറ്റൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മോഡേൺ ഹിന്ദിയുമായി ബന്ധപ്പെട്ട സ്പെക്ട്രത്തിന്റെ ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ SCRTയും അതുപോലെ തന്നെ NCERT ടെക്സ്റ്റും വ്യക്തമായി പഠിച്ച് പോവുക. അവിടെ നമുക്ക് ഹിസ്റ്ററി ക്ലിയർ ചെയ്തെടുക്കാം. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടും NCERTയും SCRTയുമാണ്. കൂടാതെ പുറമെ നിങ്ങൾ ഗൂഗിളും അതുപോലെ മാപ്പൊക്കെ നോക്കി വളരെ വ്യക്തമായി ഓരോ സ്ഥാനവും കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. പിന്നെ പൊളിറ്റിയിലേക്ക് ലക്ഷ്മികാന്താണ് ബെറ്റർ, അല്ലെങ്കിൽ NCERT പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. അതല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ വരുന്നത് എക്കണോമിക്സ്, നമ്മുടെ NCERT എക്കണോമിക്സ് വ്യക്തമായി പഠിച്ചു പോവുക. പിന്നെ അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെച്ച് മറ്റ് റാങ്ക് ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എടുത്ത് പഠിക്കുക. അതുപോലെ കലാസാഹിത്യമൊക്കെ നമുക്ക് റാങ്ക് ഫയലിലും അല്ലാത്ത വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടെത്തുക. എല്ലാ ദിവസവും കണക്ക്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം എന്നിവ പഠിച്ചു പോവുക. പ്രിലിംസിന് 50ഉം മെയിൻസിന് 30 മാർക്കും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് 5 മുതൽ 80 മാർക്കാണ് നമുക്ക് രണ്ടിനും കൂടി ലഭിക്കുന്നത്. അത് അത്രയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കാര്യവും ഡെയിലി നിങ്ങൾ പഠിച്ച് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കൂ. ആ രീതിയിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താം. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അവർ ഈ ഒരു പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്